ഊട്ടി പിന്നെ എന്താ പറയാ തേയിലുണ്ടാക്കുന്ന സ്ഥലമായോണ്ട് കുഴപ്പമില്ല. ഫ്രീ ആയിട്ട് കിട്ടും. എന്നിട്ട് 10 ഗ്ലാസ് കുടിച്ച ആൾക്കാരൊക്കെ നമ്മളെ കൊടുത്തിട്ട്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ചെല്ലപ്പേട്ടിലെ ചായക്കടയാണ്, പാലക്കാട്. ഇതാണ് ചായക്കട. ചെല്ലപ്പേട്ടിലെ ചായക്കട കുറിച്ച് എന്താ പറയാള്? വളരെ നല്ല ആദ്യം ഫുഡ് പറ്റും. ഒരു ഫോട്ടോ സ്റ്റാർട്ട് എന്താ കഴിക്കണടാ? ഇഡ്ഡലി വട, സാമ്പാർ, ചട്നി സാമ്പാർ. നസർ നമ്മളിപ്പോൾ പാലക്കാട് ഒരു മാവിൻ്റെ തോട്ടത്തിലുള്ളത്. അവിടുന്ന് ഫ്രഷ് മാങ്ങ അങ്ങനെ കടിച്ചു നിന്ന് നമ്മൾ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ള് മാവിൻ്റെ തോട്ടാണ്. ഇത് സിന്ദൂരാണ്, ഇത് വേറെ ഇത് മാങ്ങയാണ്. ഇത് വലിപ്പം കുറച്ച് കൂടുതലാണ്, കുറച്ചൊന്ന് കൂടിപ്പോയി സാധനം. ആളിതാ. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട ഉണ്ടല്ലോ, അതിന് തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ മാങ്ങ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറി പോലത്തെ ഒരു വീടാണിത്. അപ്പോൾ ബൈ. അടിപൊളി തോട്ടത്തിൽ നിന്ന് വരിക, പറിക്കുക, കഴിക്കുക. മതി. എങ്ങനെയുണ്ട്? ചുണ്ടുമ്പലും താടിമലൊക്കെ ആക്കി വെച്ചിട്ട് പറഞ്ഞോളേ, എന്താ പറയാളേ? അതിനായില്ല, ഞാൻ വളർന്നില്ല. അത് തീർന്ന മാങ്ങ പറിച്ച് തിന്നണതാ. എന്താ പറയാളേ? താടിമലും മിച്ചമലും എന്താലേ? സെബോ എന്താ പറയല്ലേ? സെബോ സാറാ മലയാളി അൺബിലീവബിൾ. അടുത്ത മലയാളി എന്താ പറയല്ലേ? താമരപ്പാടം, കൊല്ലങ്കോടാണ്, പാലക്കാട് കൊല്ലങ്കോട് വില്ലേജ്. എടാ എന്താ കഴിക്കണേ? എന്താ കഴിക്കണേ? ഓ ഉപ്പിലിട്ട് മാങ്ങ, അതൊരു കണക്കുണ്ടാവും. നിങ്ങൾ എടുത്തോളിന്ന് പറഞ്ഞ ശേഷം അല്ല രസമുണ്ടാ മാങ്ങ ഉപ്പിലിട്ട്? അൺബിലീവബിൾ. രസമുണ്ടോ? രസമുണ്ടോ പൈസ? നോക്കിയില്ല. നല്ല രസമുണ്ടല്ലേ? 20 റുപ്യക്ക് പുറത്താ. എന്താ ടേസ്റ്റ്? വേണ്ട ഏറ്റവും പ്യൂർ. ആ പ്യൂര് ഇങ്ങനെ പച്ചമാങ്ങ ഇങ്ങനെ ഉപ്പിലിട്ട് മാങ്ങി തിന്നുമ്പോ എന്താ അതിന്റെ ടേസ്റ്റ്? ആ മുളക്, സുർക്ക, അത് ഒത്തക്കള്ളാണല്ലോ. ജാസർ എങ്ങനെയുണ്ട്? ഉണ്ടോ? ഞാൻ പോവാം. ഇവിടെ ഇങ്ങനെ എടുത്താല് കണക്കുണ്ടാവോ? ചേച്ചി മാങ്ങയിൽ ഒരു 5 രൂപ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു വണ്ടി ഉണ്ട്. നല്ല അടിപൊളി സ്ഥലം അല്ലേ? കൃഷിയോട് എനിക്ക് ഭയങ്കര അതിയായ താല്പര്യമായിരുന്നു. നെൽകൃഷിയോടാണ് ഏക്കറിൽ കൃഷി തുടങ്ങിയത്. ആര്? വീട്ടുകാരൊക്കെ എതിരായിരുന്നു കൃഷിക്ക്. എന്ത് കിട്ടാനാ കൃഷി എന്ന് ചോദിക്കും എപ്പോഴും. എന്നിട്ട് എങ്ങനെയുണ്ട്? മെച്ചമുണ്ടോ? ഓ ഒരുപാട് പൈസ ഉണ്ടാക്കി. BMW കാറൊക്കെ ഉണ്ട്. ഇവിടെ ഇത് കൃഷി ഇറക്കാനുള്ള ഇപ്പൊ ഒന്ന് കൂട്ടിയിട്ടുള്ളൂ. നിങ്ങൾ എത്ര ടേൺ ഓവർ ഉണ്ടാവില്ലേ?
3-3.5 കോടി രൂപ വരെയൊക്കെ കിട്ടും. 3.5 കോടി ചെലവ് കഴിച്ച ബാക്കി കിട്ടും. ചെലവ് കഴിച്ചാൽ ഒരു 1.5 കോടിയൊക്കെ വയ്ക്കും. കുഴപ്പമില്ല. കുഴപ്പമില്ല. ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത് നിങ്ങൾ കൃഷിയിലേക്ക് വരും. അല്ലടാ ഇതിന്റെ ഒരു ഇവിടുത്തെ എനിക്ക് എത്ര വെയിലിന്റെ ഒരു ചൂടില്ലല്ലോ. കൃഷിക്കാരനായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനത്തെ ലോക്കൽസ് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഈ സമയത്ത് ആരും ഇങ്ങോട്ട് വരരുത്, നട്ടുച്ചക്കൊന്നും ആരും വരരുത്. ഒന്നെങ്കിൽ രാവിലെ ഒന്നെങ്കിൽ വൈകുന്നേരം, അല്ലെങ്കിൽ മഴയുള്ള സമയത്ത് മാത്രം വരിക. അല്ലെങ്കിൽ നല്ല വെയിലുള്ള സമയത്ത് വന്നിട്ട് ഒരു കാര്യമില്ല. കാര്യമില്ല, ഒരു കാര്യമില്ല. ഇപ്പൊ നിന്ന് മൂത്ര ഒരു കക്കൂസും പാടില്ല.